ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ, എന്തെല്ലാം മാറ്റങ്ങളാണ് മെയിനായിട്ട് ആ ഒരു പേഴ്സണ് വന്നിട്ടുള്ളതെന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷം. പോസിറ്റീവ് കമൻസുകൾ മോട്ടിവേഷനാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട്. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളെ കൺമുമ്പിൽ എത്തുന്നുണ്ടെങ്കിൽ അതൊരു നിയോഗം മാത്രമായിട്ട് കാണുക. കാരണം യൂണിവേഴ്സായിട്ട് എത്തിക്കുന്നതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാവർക്കും. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല. പിന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ റീസണേറ്റ് ആവുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളല്ലെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഇതിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതെന്ന് വിശ്വസിക്കുക. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിൽ നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ പേഴ്സൻ്റെ നെയിമും വെച്ചിട്ടായിരിക്കും നമ്മളവിടെ റീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൽ നിങ്ങളെ റീഡിങ് മാത്രമായിരിക്കും അബൌട്ട് യുവർ പേഴ്സൺ മൈൻഡ് റീഡിംഗ് ആണ്. ആൻഡ് ഫ്യൂച്ചർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി തരുന്നതായിരിക്കും കേട്ടോ. എൻ്റെ വാട്സപ്പ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എൻ്റെ ടൈം പോലെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് പേഴ്സണൽ റീഡിങ് പേയ്മെൻ്റ് ഉണ്ട്. 500 റുപ്പീസാണ് പേയ്മെൻറ്റ് വന്നിട്ട്. അതിൽ നിങ്ങൾക്ക് ഒരു 5 to 8 വരെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ 500, 2 ക്വസ്റ്റ്യൻ 500 അങ്ങനെയൊന്നല്ല. ആ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം ചോദിക്കാവുന്നതാണ്. ഓക്കെ. ആൻഡ് നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അധികം ടൈം വൈകിപ്പിക്കുന്നില്ല. റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ വിചാരിക്കുക. ഒരു 3 തവണയെങ്കിലും മനസ്സിൽ വിചാരിക്കുക. ഏഞ്ചൽസിനെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക. എന്നിട്ട് വളരെ ശാന്തമായിട്ട് നമുക്കിതിലേക്ക് എനർജി കൊണ്ടുവരിക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. Seven of Swords. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതിലേക്ക് എനർജി നന്നായിട്ട് തന്നെ കൊണ്ടുവരിക. കുറേ പേർക്ക് ഇതിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവർ കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സണോ, ജസ്റ്റ് എനിക്ക് പെട്ടെന്നൊരു ഇൻഡ്യൂഷൻ തോന്നിയതാണ്. പിന്നെ എല്ലാവരും ചില പ്രേക്ഷകർ എൻ്റെ വീഡിയോ തന്നെ എനിക്ക് അയച്ചു തന്നിട്ട് ചേച്ചി ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് റീസണേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സത്യം പറയാലോ, നമ്മൾ ഇപ്പോൾ റീഡിങ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ഇൻഡ്യൂഷൻ വഴിയാണ് നമുക്ക് അവിടെ കാര്യങ്ങൾ പറയുന്നത്. അതിന് ശേഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് പിന്നീട് ഓർമ്മയുണ്ടാവില്ല അതിലെന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങളൊക്കെ. ഓക്കെ. സോ അതിൽ ഇതായിരുന്നു കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഓർമ്മയുണ്ടാവില്ല. ഞാൻ പിന്നെ അത് എടുത്ത് കാണാൻ പോലും പോകാറില്ല എൻ്റെ വീഡിയോസ് അഗെയിൻ. ഓക്കെ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ വിട്ടുപിരിയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. എന്തോ കെട്ടി നിർത്തി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ. സോ ഫാൻസ് റിവേഴ്സ്. ഓക്കെ, ഇതാണ് കേട്ടോ നിങ്ങളുടെ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പേർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അത് വളരെയധികം വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്.
അവരുടെ മുമ്പത്തെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പോൾ വന്ന് സംസാരിക്കുകയും അല്ലാത്തപ്പോൾ സംസാരിക്കാതിരിക്കുകയും ചെയ്യാനുള്ള ഒരു പ്രവണത ഈ ബന്ധത്തിൽ അവർ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് അവർക്ക് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലാത്തപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവർ ബ്ലോക്ക് ചെയ്ത് പോവുക എന്നതൊക്കെ അവരുടെ ഒരു അവകാശമായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എനർജീസ് എനിക്കിവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. എപ്പോഴും അവർക്ക് വേണ്ടപ്പോൾ മാത്രം സംസാരിക്കാൻ വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളെ ചിലപ്പോൾ അവോയ്ഡ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഡെയിലി മുമ്പൊക്കെ ഡെയിലി കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പൊക്കെ ആ ഒരു ഡെയിലിയിൽ നിന്നും മാറി വളരെ കോണ്ടാക്റ്റൊക്കെ അവർ വളരെ കുറച്ചിട്ടുണ്ടായിരിക്കും. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഇവിടെ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടപ്പോൾ മാത്രം, അവർക്കിപ്പം സംസാരിക്കണം അല്ലെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് വരുമ്പോൾ മാത്രം അവരിപ്പോൾ വന്ന് സംസാരിക്കുന്ന രീതിയിൽ ആയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോകുക. പിന്നെ അവർക്ക് തോന്നുമ്പോൾ അൺബ്ലോക്ക് ആക്കുക. നിങ്ങൾ ഒരുപാട് അവരെ ബെഗ് ചെയ്യിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങളും ഒരുപാട് അവർക്ക് വേണ്ടിയിട്ട് ബെഗ് ചെയ്ത് നിന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് തിരിച്ചു വരൂ, എന്നോടൊന്ന് മിണ്ടു പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുടെ എനർജീസിൽ അങ്ങനെ മെയിനായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളിൽ പലരും മാരീഡ് ആവാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന് നിലനിൽപ്പുണ്ടാവില്ല എന്നൊക്കെ ആ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ അവനവൻ്റെ ശരിയായ വികാരങ്ങളെ, അതായത് അവനവൻ്റെ ശരിയായിട്ടുള്ള വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ശരിക്കും പറഞ്ഞാൽ തുറന്ന് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ കുറേയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ അവോയ്ഡൻസിൽ കുറേയൊക്കെ നിങ്ങളും എന്താ പറയുക കുറച്ച് ഈഗോ കാണിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. കുറേ പേരുടെയൊക്കെ എനർജീസിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താ പറയുക, അവർ ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം പൂർണ്ണമായിട്ട് അവസാനിച്ചിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളൊന്ന് ഒരു ഇതായിട്ട് നിർത്തിയിട്ടുണ്ടാവും. പണ്ടത്തെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് കുറേയൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ സ്വയം വരുത്തിയിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ സ്വഭാവത്തിലും. പണ്ടൊക്കെ നിങ്ങൾ അങ്ങോട്ടേക്ക് ബെഗ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പേരൊക്കെ, എല്ലാവരും നല്ല ഞാൻ പറയുന്നത്, കുറച്ച് പേര് അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം ആൾക്ക് ഒരു എന്താ പറയുക, ആൾ ചിന്തിക്കുന്നുണ്ട് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് കുറേ കാര്യങ്ങളിൽ. ആൻഡ് അവരുടെ ഒരു സങ്കല്പത്തിൽ പറയുകയാണെങ്കിൽ അവരെപ്പോഴും വിചാരിക്കുന്നത് വളരെയധികം കരുതലോട് കൂടിയിട്ടാണ് നിങ്ങളെ സ്നേഹിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ഈ ബന്ധം അവസാനിപ്പിക്കാനുള്ള പ്രവൃത്തി ഉണ്ടായിട്ടുള്ളതെന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത് ആദ്യം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് അകലാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരുടെ സങ്കല്പത്തിൽ ശരിക്കും അവർ ഇപ്പോൾ കുറേയൊക്കെ എന്താ പറയുക അവർക്ക് മനസ്സിലാകുന്നുണ്ട് അയാൾ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ തെറ്റായിരുന്നു എന്നുള്ളത്. ഇപ്പം നിങ്ങളെ ഒരുപാടൊന്നും അവൈലബിലിറ്റി അയാൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ അവർ വന്ന് മിണ്ടുമ്പോൾ നിങ്ങൾ കുറച്ച് ഒരു ഈഗോ ഇട്ടിട്ടോ അല്ലെങ്കിൽ കുറച്ചൊന്ന് അകന്ന് നിൽക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുക. അങ്ങനെയൊക്കെ അവരും നിങ്ങളോട് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് പേര് അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ആൾക്ക്. എന്താ പറയുക, നിങ്ങൾ അയച്ച മെസ്സേജുകളൊക്കെ മുമ്പത്തെ വായിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ വഴക്കിടുമ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, നിങ്ങൾ ബെഗ് ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അവരിപ്പോൾ എടുത്ത് വായിക്കുന്നുണ്ട്. പിന്നെ ഈഗോ ഉണ്ട്, രണ്ടുപേർക്കും ഈഗോ നന്നായിട്ട് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സണും നല്ല രീതിയിൽ ഈഗോ ഉണ്ട്. പിന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ കാട് കയറി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരിപ്പോൾ ഒരു ഒത്തുചേരലിന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെന്തോ ആ ഒരു പേഴ്സണിൽ നിന്ന് അകന്നുപോയി, നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും മറന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇനി അവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള ചിന്തയിലൊക്കെയാണ് ഇപ്പോൾ അവർ. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോകുന്ന ആ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ.
അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിൽ അവർ മനസ്സിലാക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഒരു അൺബ്ലോക്ക് വേണമെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നിയർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇന്നോ നാളെയോ എന്നല്ല നമ്മൾ പറയുന്നത്. ടാരറ്റ് റീഡിംഗ് അനുസരിച്ച് ഒരു 3 months ആണ് നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, 3 monthsനുള്ളിൽ തന്നെ ഒരു അൺബ്ലോക്കിംഗ് അവിടെ പ്രതീക്ഷിക്കുക. 3 monthsനുള്ളിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് 1 week ആവാം, 2 weeks ആവാം, ചിലപ്പോൾ 1 month ആകാം. അങ്ങനെ ആ ഒരു ഡേറ്റ് നമുക്ക് എക്സാക്ട്ലി പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർക്കൊക്കെ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ കുറേ പേർക്കൊക്കെ അൺബ്ലോക്ക് ആക്കാനുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നത് കുറേയൊക്കെ അവരുടെ മണ്ടത്തരങ്ങളായിരുന്നു, അവരുടെ ഈഗോ കാരണമായിരുന്നു എന്നൊക്കെ അവർ കുറേയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ഈഗോ കൂടുതലെന്നുള്ള സത്യം അവർ മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നുന്നുണ്ട് ശരിക്കും എൻ്റെ ഈ ഒരു സ്വഭാവത്തിന് എൻ്റെ കൂടെ ആരും നിൽക്കില്ല. പക്ഷേ നിങ്ങളെന്ന വ്യക്തി എല്ലാം സഹിച്ച് കൂടെ നിന്നിട്ടേ ഉള്ളൂ എന്നുള്ളൊരു സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളിൽ പെട്ടെന്ന് ചൂടാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങളുടെ വ്യക്തി. കുറേ പേർക്ക്, എല്ലാവർക്കും അല്ല, കുറേ പേർക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വായത്തോന്നി ഇതൊക്കെ പറയും, പിന്നീട് അത് അയ്യോ അത് വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ ഓർമ്മകൾ അദ്ദേഹം താലോലിക്കുന്നതായിട്ട്, മീൻസ് ഭയങ്കര സാഹിത്യീകരിച്ച് പറയുന്നില്ല, താലോലിക്കല്ല എന്നുവെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ കയ്യിൽ ഫിസിക്കലി ഉള്ള കുറച്ച് ഓർമ്മകൾ അത് അവരുടെ അടുത്ത് വീണ്ടും റിവൈൻഡ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. അതായത് ബ്ലോക്ക് ചെയ്തലും ചെയ്യുന്ന അവസ്ഥയ്ക്ക് മുമ്പുള്ള ടോക്കിങ്സ്, മുമ്പുണ്ടായിരുന്ന കുറച്ച് കോൺവെർസേഷൻസുകൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എടുത്ത് കൊടുത്ത ഗിഫ്റ്റുകൾ, അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് വെക്കുന്നുണ്ടായിരിക്കും. അവർക്കിപ്പോൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. കാര്യങ്ങൾ ഫ്രണ്ട്സായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ അടുത്തിലേക്ക് അട്രാക്റ്ററായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവർ പണ്ടൊക്കെ അവരിലേക്ക് ആര് വന്നാലും അവർ എന്താ പറയുക, ഉടനെ തന്നെ മേ ബി അവർക്കും നമ്പർ ഷെയർ ചെയ്യും, കോണ്ടാക്ട് ചെയ്യും, സംസാരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ അവർക്ക് മാറ്റങ്ങളുണ്ട്. അവരുടെയിലേക്ക് ആരൊക്കെ വരുന്നുണ്ടെങ്കിലും അവരതിനൊന്നും ചെവി കൊടുക്കുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. ചില രീതിയിൽ ചില ഫ്ലേട്ടിങ് എനർജി ഉള്ളൊരു ചെറിയൊരു വ്യക്തിയാണ്. ആൻഡ് ഫ്രണ്ട്ഷിപ്പിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ മുഖ്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. പക്ഷേ ഇതിൽ ഇപ്പോൾ ആൾക്ക് കുറേ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്യണം എന്നറിയാതെ ഇരുട്ടിലായിപ്പോയ പോലത്തെ ഒരു അവസ്ഥാന്തരം ആ വ്യക്തിക്ക് നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി വരുമ്പോൾ, ഒരു റീയൂണിയൻ സംഭവിക്കുമ്പോൾ ഒരിക്കലും അത് എടുത്ത് പറയരുത്. കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുമൂലം ചിലർക്ക് ചില റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തി മാറ്റങ്ങളോടെ തിരികെ വന്നാലും അവർ ചെയ്ത കാര്യങ്ങൾ, എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, എനിക്ക് ഓർമ്മയുണ്ടോ, വീണ്ടും അതെടുത്ത് പറയാതിരിക്കുക. അത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകും, നമ്മളുടെ ആ ഒരു വിഷമം കൊണ്ടായിരിക്കാം പറയണത്, പക്ഷെ അത് അവരെ ഹേർട്ടാക്കും എന്നുള്ള കാണിക്കുന്നത്. അതവർ നിങ്ങളുടെ വായനത് കേൾക്കാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ നിന്ന് അകന്നായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കും അയാൾക്കും പരസ്പരം ഹീലാകുന്ന ഒരു ബന്ധമായിരുന്നു. അവർക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾ കണക്റ്റഡ് ആകുമ്പോൾ, അതായത് നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾ എപ്പോഴാണോ കണക്റ്റഡ് ആവുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജീസൊക്കെ ആയിരിക്കും മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കതൊരു പ്രശ്നമല്ലാതായി തീർന്നത് ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കും. ആ ഒരു പേഴ്സണും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആൾ ചിന്തിക്കുന്നത് ഇതിന് ഇനിയൊരു വിധിക്കപ്പെട്ട ബന്ധമാണെങ്കിൽ കൂടിച്ചേരട്ടെ, നിയോഗമുണ്ടെങ്കിൽ ഒന്നാവട്ടെ എന്ന് വിശ്വസിച്ച് നിൽക്കുകയാണ് ആ ഒരു വ്യക്തി. ഇനിയിപ്പോൾ എന്താ പറയുക, പണ്ടത്തെ പോലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചാടിക്കടിക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ രണ്ടാമത്തേന് ബ്ലോക്ക് പോകുന്ന ആ ഒരു സ്വഭാവമല്ല അയാൾ പതിയെ മാറി വരുന്നുണ്ട്. അയാളുടെ ആ ഒരു ടൈപ്പ് ഓഫ് സ്വഭാവങ്ങളൊക്കെ പെട്ടെന്ന് ചൂടാവുക,
നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു, അത് നിങ്ങളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാതെ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചത് കൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ഇപ്പോൾ അയാൾ നിങ്ങളെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയെല്ലാം പെരുമാറിയത്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നുള്ളൊരു സത്യാവസ്ഥ അയാൾക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ആ ഒരു സെപ്പറേഷൻസ് ടൈമിൽ അയാൾ, അതായത് ആ ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കൂടുതലും സ്നേഹിച്ചിട്ടുള്ളത്, കരുതലോടുകൂടി നോക്കിയിട്ടുള്ളത്, നിങ്ങളെല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ളത്, നിങ്ങളെ ഭാഗത്ത് നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതെന്നായിരുന്നു ആ ഒരു വ്യക്തിയുടെ ആദ്യ കാലത്തെ ചിന്തകൾ. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അയാൾ കാരണം കൊണ്ടാണ്, അയാളുടെ ചില സ്വഭാവങ്ങൾ കൊണ്ടാണ് നിങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രഷർ തന്നുകൊണ്ടിരുന്നതെന്നുള്ളൊരു കാര്യം അയാൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഒറ്റപ്പെട്ട ഫീലിങ്സിൽ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനും, ഭയങ്കരമായിട്ടുള്ളൊരു വല്ലാത്തൊരു ആഗ്രഹം ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം 8 of Wands ആണ്. 8 of Wands എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടിയാണ് നമുക്ക് പറയാം. കുറേ പേർക്കെങ്കിലും നിയർ ഫ്യൂച്ചറിൽ തന്നെ ഇവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ചില വ്യക്തികൾക്ക് അവർ വന്ന് പറയുന്നുണ്ട്, ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, സോറി എന്നുള്ള രീതിയിലേക്ക് അവർ വന്ന് തന്നെ ഡയറക്റ്റ് പറയുന്നതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു ഇതിലൊരു റിലേഷൻഷിപ്പിൽ. മാത്രമല്ല അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഒന്ന് ടൈം ഒന്ന് ബാക്കിലേക്ക് പോയിരുന്നെങ്കിൽ, അപ്പോൾ നിങ്ങളുമായിട്ട് ആ റിലേഷൻഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്ന ആ ഒരു നിമിഷമൊക്കെ അവരൊരുപാട് എൻജോയ് ചെയ്തിരുന്നൊരു കാലമാണ്. പിന്നെ എവിടെയൊക്കെ അത് നഷ്ടപ്പെട്ടു പോയതായിട്ടും അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. സോ അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് ടൈം ജസ്റ്റ് ഒന്ന് പുറകിലോട്ട് പോയിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ടുള്ളൊരു കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ആ ഒരു വ്യക്തിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകാനായിട്ട് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസെക്യൂരിറ്റീസ് തോന്നി തുടങ്ങുന്നുണ്ട്. നിങ്ങളില്ലാത്തതിൻ്റെ ഒരു അഭാവം, ഒരു മിസ്സിങ്, അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിങ്സ് അത് ഇപ്പം നിങ്ങൾക്കും ഉണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസെക്യൂരിറ്റി ആയിട്ടുള്ളൊരു ഫീലിങ്സാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് ലേണിങ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്താ പറയുക, വാല്യുബിൾ ആയിട്ടുള്ള ലേണിങ്സ്, സോൾ ലെസൺസ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായിട്ട് അവരുടെ സോൾ മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ്റെ ആഴം എത്രത്തോളമാണെന്ന് അവർ മനസ്സിലാക്കുന്നതെന്നും കൂടി അവർക്ക് അങ്ങനെയുള്ളൊരു മാറ്റം കൂടി അവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർക്കെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് നിയർ ഫ്യൂച്ചറിൽ അവർക്ക് വരുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഇന്നത്തെ റീഡിങ്. സോ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളുടേതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.